ലവ്ലി നമ്മുടെ മാത്യൂസ് നായനാകുന്ന പിന്നെ ഒരു ഈച്ച പ്രധാന കഥാപാത്രത്തിലെത്തുന്ന ലവ്ലി എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കാണാം. ദിലീഷ് കരുണാകരനാണ് എൻ്റെ അതെ. മോസ്റ്റ്ലി ഉള്ള ഇപ്പോഴത്തെ പിള്ളേരുടെ എല്ലാം ഒരു ഡൗട്ടാണ്. മനസ്കേനൊക്കെ ഒരു വേറെ മേക്ക് ഓവർ. ജ്യോതി ബാബുരാജ് അരുൺ പ്രദീപ് ഉണ്ടല്ലേ. ഓക്കെ. ആക്ച്വലി മാത്യൂസിനെ നായിക എന്ന് വേണമെങ്കിൽ പറയാം. വാഷിക്കബു ആണ് ഇതിൻ്റെ ആക്ച്വലി സിനിമാറ്റോഗ്രാഫർ. വിഷ്വൽ എക്സ്പീരിയൻസ് എന്തിനാണ് ലവ്ലി. ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റ് ടീസർ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഉണ്ണിമായ എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ് എന്നെ സൗണ്ട് കൊടുത്തത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ഇതിനകത്ത് ടോട്ടലി വേറെ സൗണ്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിന് എന്തുകൊണ്ടാണ് എന്നറിയില്ല. ഡബ്ബിങ്ങിൻ്റെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ എടുത്തു പറയണം, ഇത് മലയാളത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി വരിക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു ഫസ്റ്റ് പോസ്റ്റേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഈഗ എന്ന് പറയുന്ന രാജമൗലി ഡയറക്റ്റ് ചെയ്തൊരു പടത്തിൻ്റെ അതിൻ്റെ ഒരുപാട് അതുമായിട്ട് ഭയങ്കരമായിട്ട് സിമിലർ ആണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ബട്ട് അത്രയും പ്രൊഡക്ഷൻ വാല്യൂ ഉള്ളതുപോലെ തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ വിഷ്വൽസായിട്ട് എടുത്ത് പറയണം. നല്ല നമ്മുടെ ഒരു ബജറ്റും ഇപ്പം ഈഗ പോലൊരു വലിയ സിനിമയുടെ ബജറ്റിലായിരിക്കത്തില്ല ഡെഫിനറ്റ്ലി ഈ ഒരു പടം വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി മീൻസ് ഈ ഒരു ചെറിയ സ്ക്രീനിലെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്നാൽ പോലും അത് വലിയ സ്ക്രീനിൽ അവർ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അത് മലയാള സിനിമയ്ക്ക് മാത്രം പറ്റുന്നതാണ്. ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് ആൻഡ് ലിമിറ്റഡ് ടൈമിലാണ് ഈ ഒരു സാധനം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ മലയാളം ടെക്നീഷ്യൻസിനെ അക്കാര്യത്തിൽ അത് വേറൊരു ലെവലാണ്. സോ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്താണ്, ഇതിൻ്റെ ഒരു മെയിൻ പ്ലോട്ട് എന്നുള്ള കാര്യം ഇത് മനസ്സിലാകുന്നില്ല. ഈച്ച എന്ന് പറയുന്ന ഒരു പ്രധാന കഥാപാത്രമാണെന്ന് മാത്രമേ അതിനകത്ത് മനസ്സിലാകുന്നുള്ളൂ. ഫസ്റ്റ് ടീസറിനൊക്കെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് ആണ്, പക്ഷെ കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. ഇവനൊരു എന്താണ് മാത്യൂസിൻ്റെ ക്യാരക്ടർ ഒരു ജയിലിൽ വരുന്നതും അവിടെ വെച്ച് ഈച്ചയെ കണ്ടുമുട്ടുന്നതായിട്ടാണ്. ബാക്കിയുള്ളത് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ നിന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇത് ആക്ച്വലി 3Dയിലാണ്. 3D പടമാണ്. എൻ്റെ സാധനം 3D ആണ്. എനിക്കൊന്ന് ARMന് ശേഷം മലയാളത്തിൽ നിന്ന് വരുന്നൊരു പടമാണ്. എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ദിലീഷ് കരുണാകരൻ. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഡമാർ പടാർ എന്ന് പറയുന്നൊരു ഫസ്റ്റ് ഒരു പടമുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ ആയിക്കോട്ടെ, റൈഫിൾ ക്ലബ്ബ് ആയിക്കോട്ടെ, ആഷിഖ് അബു റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളുടെ റൈറ്ററായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടമായിരുന്നു ഡമാർ പടാർ. ബട്ട് ഇതിൻ്റെ സെക്കൻഡ് പടമാണ്. പക്ഷേ ടോട്ടലി വേറൊരു എന്താ പറയുക ജോണർ ചൂസ് ചെയ്തു. അതും അധികം ആരും അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാത്ത, മലയാളത്തിൽ തന്നെ വളരെ കുറച്ച് പടമാണ്. ARMന് ശേഷം ബറോസ് ഉണ്ട്. ബട്ട് അറിയാലോ ബറോസ് കംപ്ലീറ്റ്ലി ഷോട്ട് ഓൺ 3D ആണ്. ബട്ട് ഇതെങ്ങനെയാണ്, ഇത് ലൈവ് ആക്ഷനും കൂടെ ആയതുകൊണ്ട് ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ അവരെന്താണോ ഈ ഒരു ചെറിയ ബജറ്റിൽ വിത്തിൻ ബജറ്റിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. വളരെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടുള്ള ഒരു പടമായിരിക്കും ഞാൻ പേഴ്സണലി എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. എക്സ്പെക്റ്റേഷൻ വെക്കേണ്ട ആവശ്യമില്ല, എന്നാൽ പോലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത്രയും നല്ലൊരു വിഷ്വൽ ക്വാളിറ്റി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഒരു ക്യൂട്ട് ട്രെയിലർ. നെക്സ്റ്റ് മന്താണ് റിലീസ് വരുന്നത്. സോ ഡെഫിനറ്റ്ലി ഞാൻ എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.